നമുക്ക് നമ്മുടെ ആദ്യത്തെ വരാൽ അടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രശാന്ത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ഫ്രീക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഒരു നൈസ് ഒരു പൊളി ഒരു പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ നമ്മുടെ ചിറയിൽ രാത്രിയിൽ ഫിഷിങ് നടത്തിയിട്ട് ഒരുപാട് ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം അതുപോലെ ഞാനല്ല കേട്ടോ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്, അച്ഛനാണ്. എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി ഞാൻ ഇങ്ങനെ കാലിങ്ങനെ തറയിൽ തൊടാൻ പറ്റാതിരിക്കണം, അതുകൊണ്ട് അച്ഛനാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്, മീനൊക്കെ കൊണ്ടുപോയി ചൂണ്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇത് കൊണ്ടുപോയി കൊരുത്തിടുന്ന സീനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൊരുത്തിടുന്നതെന്ന് കാണിക്കാൻ എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, കാലിങ്ങനെ തറയിൽ പോലും തൊടാൻ പറ്റത്തില്ല. അപ്പോൾ ആ പരുവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ ഇത് കൊണ്ടുപോയി കൊരുത്തിടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരെ കൊണ്ടുപോയി ഇത് കൊരുത്തിട്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ പള്ളാത്തിയെ പിടിച്ച് വെച്ചേക്കാണ്. നമ്മൾ പള്ളാത്തിയെ കൊരുത്തിട്ടിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരാലിനെ പിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വരാലിന് മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് നമ്മൾ 1-2 പരലിനെ കൂടെ പിടിച്ചിട്ടുണ്ട്. വാഹയും കൂടെ പിടിക്കാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന മൊത്തവും പള്ളാത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൻ, നമ്മളിവിടെ കണ്ണൻ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ സാധനത്തെയാണ് നമ്മൾ വരാലിനെ പിടിക്കാനായിട്ട് കൊരുത്തിടുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് കൊരുത്തിടുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മളിതിനെ പിടിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ വരാൽ അടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നൈസൊരു വരാലാണ് കേട്ടോ അടിച്ചേക്കുന്നത്. അത് നല്ല ജീവനോട് കിടക്കുന്ന സാധനം തന്നെയാണ്. ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അച്ഛനാണ് പോയി കൊണ്ടുപോയി ചൂണ്ടയിട്ടതും പിടിച്ചതല്ല അച്ഛനാണ് കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കുന്ന റോള് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അത്യാവശ്യം ജീവനുള്ളൊരു സാധനം തന്നെയാണ്. കൂടുതൽ അഭിനയമാണ് കേട്ടോ. ആൾ ചെറുതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോയി, വെള്ളത്തിനകത്ത് കിടന്ന അഭ്യാസം കാണിച്ച് കുറച്ച് കുഴഞ്ഞു പോയി. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമ്മുടെ ചൂണ്ട എല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. ബാക്കിയെല്ലാം നമ്മൾ എടുക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പകൽ വന്നിട്ടായിരിക്കും കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മോശമല്ല, ആദ്യം തന്നെ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്ര മീൻ കിട്ടും എന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി വരാൽ കിട്ടുമോ വാഹ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഗൈസ് രാവിലെ നമ്മൾ ചൂണ്ടെടുക്കാൻ പോയപ്പോൾ നമുക്ക് ഒരു വരാലും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചിമിട്ടൻ്റെ ഒരു വരാലാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഇതും നല്ല ലൈവായിട്ട് കിടക്കുന്ന വരാലാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇതിൻ്റെ ചെകിളൊക്കെ ഇത് അനക്കുന്നുണ്ട് നൈസായിട്ട്. അപ്പോൾ ഇത് രാവിലെ ഇപ്പോൾ അച്ഛൻ പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് എനിക്കിത് എവിടുന്നാണ് എടുക്കുന്നതെന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ആ ഒരു കുറവ് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാല് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ അധികം ഈ വെള്ളത്തിലേക്ക് ദൂരേക്ക് പോകാൻ പറ്റുന്നില്ല. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു മീൻ എങ്ങനെ പിടിച്ചതെന്നുള്ളത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയി എടുത്ത അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും രണ്ടുപേരും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് പോയി ഈ മീൻ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ വേറെ നമ്മൾ 1-2 ചൂണ്ടയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചൂണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വലിച്ചുകൊണ്ട് പോയേക്കുന്ന വാഹയാണ്. നമുക്ക് ലക്കുണ്ടെങ്കിൽ തിരിച്ച് പിടിച്ചുകൊണ്ട് പോയ അതേ സ്ഥലത്ത് തന്നെ വാഹ വീണ്ടും വരുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും. ആ ഒരു മീനൂടെ നമുക്ക് കിട്ടും. അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട് കേട്ടോ. ബൈ.